നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് വൈൽ ലൂപ്പ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൂപ്പ് എന്നുള്ള കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ഇൻഡെഫിനിറ്റ് ലൂപ്പ്, ഡെഫിനിറ്റ് ലൂപ്പ് എന്നൊക്കെ പറഞ്ഞ് രണ്ട് ടൈപ്പുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്തുള്ള ഇൻഡെഫിനിറ്റ് ലൂപ്പിനകത്തുള്ള ഒരു ടൈപ്പാണ് ഈ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു ഈ വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ ഇൻഡെഫിനിറ്റ് ലൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരിക്കലും നമുക്ക് ആ ഒരു ലൂപ്പിൻ്റെ ബിഗിനിങ്ങിൽ അറിയില്ല എത്ര ടൈം നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ടൈംസ് ഓഫ് ഐട്രേഷൻ എത്രയാണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഡെഫിനിറ്റ് ലൂപ്പിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ നമുക്ക് ഐഡിയ ഉണ്ടാവും ഇത്ര നമ്പർ ഓഫ് ഐട്രേഷനാണ് ഉണ്ടാവുക എന്നുള്ളത്. അതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ ആ ഇൻഡെഫിനിറ്റ് ലൂപ്പിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് വൈൽ ലൂപ്പ്. അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ വൈൽ ലൂപ്പ് ഐട്രേറ്റ് ദ എലമെൻറ്റ്സ് ഫോർ ദ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്. നമ്മൾ ഈ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ടൈമിൽ ഈ ഒരു വൈൽ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്ക് വരുന്നത്. കാരണം ജസ്റ്റ് നമ്മൾ അതിനകത്ത് കണ്ടീഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കോഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് തീരുമാനിക്കുന്നത് എത്ര ടൈംസ് ഇത് ഐട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇറ്റ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റഡ്ലി അൺടിൽ ദ സ്പെസിഫൈഡ് കണ്ടീഷൻ ഇവാലുവേറ്റ് ട്രൂ. ഇത് ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വൈൽ ലൂപ്പിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. ഏത് വരെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക? സ്പെസിഫൈഡ് കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോഴൊക്കെ അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് ഫാൾസ് ആവുന്ന നിമിഷം വരെ അത് എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആവുന്നതോടുകൂടി എക്സിറ്റ് അടിക്കും. വി ക്യാൻ യൂസ് ഇറ്റ് വെൻ ദ നമ്പർ ഓഫ് ഐട്രേഷൻ ഈസ് നോട്ട് നൗൺ. നമ്മൾ പൊതുവെ എത്ര നമ്പർ ഓഫ് ഐട്രേഷൻസ് വേണ്ടി വരും എന്ന് ഉറപ്പില്ലാത്ത സമയങ്ങളിൽ, ഇനി അത്തരം കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ വൈൽ ലൂപ്പ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡു വൈലിൻ്റെയും വൈൽ ലൂപ്പിൻ്റെയും ഞാൻ പ്രത്യേകത പറഞ്ഞിരുന്നു. വൈൽ ലൂപ്പ് ആകുമ്പോൾ ഫസ്റ്റിൻ്റെ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാനേ പറ്റില്ല. കാരണം ഫസ്റ്റിന് ഫാൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡു വൈലിൻ്റെ കേസ് ആകുമ്പോൾ ഒരു പ്രാവശ്യം ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും, പിന്നീടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കും. ഒരു പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യും, ഡു വൈലിൻ്റെ കേസിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. വൈലിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. കണ്ടീഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ വൈൽ ലൂപ്പ് എന്താണെന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു ഇൻഡെഫിനിറ്റ് ലൂപ്പാണ്. ഇതിനകത്ത് ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ടൈംസിലാണ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഐട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള കോഡായിരിക്കും തീരുമാനിക്കുക എത്ര ടൈംസ് ഇത് ഐട്രേറ്റ് ചെയ്യണം എന്നുള്ളത്. പകരം ഫോർ ലൂപ്പിൻ്റെ കേസിലൊക്കെ നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ കൊടുക്കുന്നുണ്ട് നമ്പർ ഓഫ് ഐട്രേഷൻ എത്രയാണ് എന്നുള്ളത്. കാരണം അത് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ലോജിക്ക് ക്ലിയർ ആവും. പക്ഷേ വൈൽ ലൂപ്പിനകത്ത് ജസ്റ്റ് കണ്ടീഷൻ മാത്രമേ അവിടെ പാസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി സിൻടാക്സിൽ വരുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സിൻടാക്സാണ്. വൈൽ കൊടുക്കുക, പിന്നെ കണ്ടീഷൻ കൊടുക്കുക, പിന്നെ കേളി ബ്രേസിനകത്ത് ഏത് കോഡാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അത് ക്ലോസ് ചെയ്യുക. ഇത്ര മാത്രമേ വൈൽ കണ്ടീഷനകത്തുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നോക്കാം. എന്താണ് ഇതിനകത്ത് നടക്കുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ലൂപ്പായി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, ഇറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു എക്സിറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ എവിടെയില്ല. ജസ്റ്റ് ഈ ഒരു ലൂപ്പിൽ ഇങ്ങനെ കടന്ന് കളിക്കുകയുള്ളൂ. എപ്പോഴാണ് എക്സിറ്റ് അടിക്കാൻ പറ്റുക, എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അപ്പോൾ എക്സിറ്റ് അടിക്കാൻ കഴിയും. വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ദ എക്സിക്യൂഷൻ വിത്ത് ചെക്കിങ് ദ കണ്ടീഷൻ. വൈൽ ലൂപ്പ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടാണ്. ഇഫ് ദ കണ്ടീഷൻ ഇവാലുവേറ്റ് ടു ട്രൂ ദ ലൂപ്പ് ബോഡി സ്റ്റേറ്റ്മെൻറ്റ് ഗെറ്റ് എക്സിക്യൂട്ടഡ്. അതിൻ്റെ കണ്ടീഷൻ ട്രൂ ആണ് എന്ന് വാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞ നിമിഷം എന്ത് ചെയ്യും, ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, കോഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതർവൈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ദ ലൂപ്പ് ഗെറ്റ് എക്സിക്യൂട്ടഡ്. അതല്ലെങ്കിൽ ആ ലൂപ്പിന് ശേഷമുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. കാരണം ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഈ വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഒരു ഡു വൈൽ ലൂപ്പ് മാത്രമല്ലല്ലോ, അതിൻ്റെ ബിഫോറും ആഫ്റ്ററൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലൂപ്പിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും ഫാൾസ് ആണെങ്കിൽ. If the condition become false, the loop get terminated, which end the life cycle of the loops. ആ കണ്ടീഷൻ ഫാൾസ് ആവുന്ന നിമിഷം ലൂപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. അതായിരിക്കും എൻഡ് ഓഫ് ദി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ വൈൽ ലൂപ്പിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ളത്. ആഷിങ്ങിലൂടെ stdio.h, ആഷിങ്ങിലൂടെ conio.h, ഇൻഡ് മെയിൻ, ഇൻ്റെ നം ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ അങ്ങ് ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് n 1 തൊട്ടാണ്. ഓക്കെ,
പിന്നെ നമ്മൾ ഈ നമ്പർ വെച്ചിട്ട് നമ്മളൊരു കമ്പാരിസൺ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. വൈൽ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, അതായത് ഒരു വേരിയബിൾ ഉണ്ട്, അത് 10നേക്കാൾ ചെറിയതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. അതാണ് എങ്കിൽ, അതായത് നമ്പർ 10നേക്കാൾ ചെറുതാണല്ലോ, അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് അത് പ്രിൻറ്റിങ് നടക്കും. പിന്നെ ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, ഇതാണ് തീരുമാനിക്കുക നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്. അവിടെയാണ് ഈ ഫോർ ലൂപ്പിൻ്റെയും വൈൽ ലൂപ്പിൻ്റെയും ഡിഫറൻസ് കിടക്കുന്നത്. ഫോർ ലൂപ്പിൻ്റെ കേസിൽ ഈ ഒരു കോഡ് ഇവിടെ തന്നെ കൊടുക്കും, ഇതിൻ്റെ കേസിൽ അത് കൊടുക്കുന്നില്ല, ലാസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് തന്നെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഇത് കോംപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ അതൊന്നുകൂടി ആ ഒരു ലോജിക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ നമ്മ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മ 2 ആയി, അത് 10നേക്കാൾ ചെറുതാണോ ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് അത് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. പിന്നെ 9+, അങ്ങനെ 10 വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ ഒരു വൈൽ കണ്ടീഷൻ്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയുന്നില്ല എത്ര ഐട്രേഷൻ വരുന്നുണ്ട് എന്നുള്ളത്. പകരം ഇതിൻ്റെ കോഡിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തീരുമാനിക്കുന്നത് നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇൻക്രിമെൻ്റാണ് ചെയ്യുന്നത്. ഓരോ പ്രോഗ്രാമിനനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ റിട്ടേൺ 0 അടിക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് ഈ ലൂപ്പ് നിർത്തുന്നത്? ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, റിപ്പീറ്റഡ്ലി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് അത് നിർത്തുക? വൈൽ നാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ളത് ഫാൾസ് ആവുന്ന നിമിഷം എക്സിറ്റ് അടിക്കും. ഇവിടെ റിട്ടേൺ 0 ആണുള്ളത്. ഞാൻ വീണ്ടും പറയുകയാണ്, ബിഗ് പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ ഒരിക്കലും അവിടെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റുമ്പോൾ നിൽക്കുന്നില്ല. പിന്നെയും ബാക്കി അതിൻ്റെ പെൻഡിങ്ങിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ എക്സിക്യൂട്ട് ചെയ്യാനുണ്ടാവും, അതായിരിക്കും അവിടെ എക്സിക്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വൈൽ ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആ ലോജിക്ക് ക്ലിയർ ആവണം. ആ ലോജിക്കിൻ്റെ ബേസിൽ വ്യക്തമായിട്ട് പ്രോഗ്രാം ചെയ്യാനും കഴിയുകയാണെങ്കിൽ മാത്രം അത് സിമ്പിളാണ്. അല്ലെങ്കിൽ പലർക്കും അത് കോംപ്ലിക്കേഷൻ വരാറുണ്ട്. കാരണം ആ ലോജിക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളിടത്താണ് പലർക്കും പ്രശ്നങ്ങൾ വരാറുള്ളത്. അപ്പോൾ ഇത്രയാണ് വൈൽ ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ് വൈൽ ലൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞു, എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അത് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, സിൻറ്റാക്സ് പറഞ്ഞു, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഫൈനലി നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഡെഫിനിറ്റ് ലൂപ്പാണ്. ഇൻഡെഫിനിറ്റ് ലൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര ടൈംസ്, അതായത് നമ്പർ ഓഫ് ഐട്രേഷൻ എത്രയാണ് എന്ന് ഒരിക്കലും നമുക്കതിൻ്റെ ബിഗിനിങ്ങിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പകരം അതിൻ്റെ എൻഡിങ്ങിലുള്ള ഒരു കോഡോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ലെവലിലേക്ക് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. എത്ര ടൈം അത് ഐട്രേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഫോർ ലൂപ്പിൻ്റെ കേസൊക്കെ വന്നപ്പോൾ എന്തായിരുന്നു, നമ്മൾ ആ ബിഗിനിങ്ങിലായിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത്. നമ്പർ ഓഫ് ടൈം എത്രയാണ് അല്ലെങ്കിൽ ഐട്രേഷൻ എത്ര തവണ നമ്മൾ ഐട്രേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് ബിഗിനിങ്ങിൽ തന്നെ ഡെഫിനിറ്റ് ലൂപ്പായിട്ടുള്ള ഫോർ ലൂപ്പിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വൈൽ ലൂപ്പിൻ്റെ കേസ് അങ്ങനെയല്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ജസ്റ്റ് കണ്ടീഷൻ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, പിന്നെ എൻഡിങ്ങിലൊക്കെ ആയിരിക്കും അതിനകത്തുള്ള കോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഡ് കൊടുക്കുന്നത്. അതായത് നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്. ഇവിടെ ഈ എക്സാമ്പിളിൽ n++ ആണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഡിക്രിമെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഡിവിഷനോ മൾട്ടിപ്ലിക്കേഷനോ എന്തോ ആയിരിക്കാം. അവരെന്താണോ തീരുമാനിക്കുന്നത് ആ ഒരു കോഡിനനുസരിച്ചാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.